അത് ഇപ്പം എഴുത്തുകാരങ്ങൾ എഴുതുന്ന ആ ഒരു പ്രായം 25 വയസ്സിലാണ് പുസ്തകം ആയിട്ട് ഞാൻ എഴുതുന്നത്. ഇപ്പം അന്ന് ഞാൻ നിരൂപയൊന്നും വായിച്ചിട്ടില്ല, പിന്നെ ആരെയും വായിച്ചിട്ടില്ല. വരയ്ക്ക് വായിക്കുന്നത് പിന്നീടാണ്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഒരു തോന്നലുണ്ടായി. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് മാനവികതയാണെന്നുള്ളത്, മനുഷ്യൻ്റെ മോചനത്തിനുള്ള ഒന്നാണെന്നുള്ളത്, അത് എന്തോ അങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ എഴുത്തുകാരൻ പലപ്പോഴും ചെയ്യുന്നതാണ് തോന്നലുകളാണ്, എല്ലാ തോന്നലുകളാണ്. അല്ലാതെ അത് നമ്മൾ പഠിച്ചുണ്ടാക്കുന്ന അറിവല്ല. അത് നമ്മൾ പഠിച്ചിട്ട് ആർജിക്കുന്ന അറിവ് പലപ്പോഴും ഈ സർഗാത്മകതയ്ക്ക് തടസ്സമായി നിൽക്കും. അതാണ് എഴുത്തുകാരൻ അതിബുദ്ധിമാൻ ആകാൻ പാടില്ല. നോവലിസ്റ്റ് ഒരിക്കലും അതിബുദ്ധിമാനാകാൻ പാടില്ല, അധികം അറിവ് പാടില്ല. കാരണം അറിവ് ഇടപെടും. പറ്റി പണിയല്ലാതെ ഏറ്റവും നല്ലത് മണ്ടനാകുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സർഗാത്മകതയെ അതങ്ങനെ പ്രവഹിച്ചു കൊണ്ടുപോകും, അതിനെ തടസ്സപ്പെടുത്തില്ല ആരും. അപ്പം എന്തുകൊണ്ട് എനിക്കൊരു തോന്നലുണ്ടായി കമ്മ്യൂണിസം എന്നുള്ളത് ഹ്യൂമനിസമാണെന്നുള്ളത്. അത് എനിക്ക് തോന്നിയത് പപ്പൻ നല്ല കഥാപാത്രം പറഞ്ഞു. പക്ഷെ കാലം കടന്നു പോകുമ്പോൾ ഇപ്പോഴും നമുക്ക് തോന്നുന്നത് പിന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസമാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ പല ചോദ്യങ്ങളുണ്ട്. രാഷ്ട്രീയം പറയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് അവിടെ നിൽക്കട്ടെ നടക്കണം. ആകാശത്തിൽ ഒരു അമ്പിളി മാമനെ പോലെ അവിടെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മുകളിൽ നോക്കി ഒന്ന് ആശ്വസിക്കാനും സന്തോഷിക്കാനും. അതുകൊണ്ട് ആകാശത്തിൽ അമ്പിളി മാമനും പറക്കണം.